ഇറാന്റെ പ്രക്ഷോഭം ഇന്ന് 14ാമത്തെ ദിവസമാണ്. ഇതിനിടയിൽ ഏറ്റവും പ്രാധാന്യമുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് സൈനികരുമായി ഏറ്റുമുട്ടാൻ തങ്ങളില്ലെന്ന് പ്രക്ഷോഭകാരികൾ പറഞ്ഞു എന്നുള്ളതാണ്. ഏത് മേഖലയിൽ ഏത് തരത്തിലുള്ള സമരകാര്യങ്ങൾ നടത്തുകയാണെങ്കിലും സൈനികരുടെ സംരക്ഷണവും സുരക്ഷിതത്വവും തീർച്ചയായിട്ടും തങ്ങൾ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് അവരുമായി ഏറ്റുമുട്ടാനില്ല. സർക്കാർ സ്ഥാപനങ്ങളെ കയ്യേറാനോ വാഹനങ്ങൾ നശിപ്പിക്കാനോ ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്താനോ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും പ്രക്ഷോഭകാരിൽപ്പെട്ട ചിലർ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതിനർത്ഥം ഇപ്പോൾ തന്നെ 14 ദിവസം ശക്തമായിരിക്കുന്ന ഒരു പ്രക്ഷോഭം ഒരു രാജ്യത്തിൻ്റെ സർവ്വ മേഖലയിൽ നടന്നിട്ടും മരണസംഖ്യ തീരെ കുറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. സൈനികർ വെടിവെച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും കൊലപ്പെടുത്തി എന്നൊരു റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മരണഘട്ടത്തിൽ ഒരു സൈനികർ എത്തുന്ന സമയത്ത് മാത്രമാണ് വെടിവെക്കാനുള്ള ഉത്തരവ് തന്നെ നൽകിയിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് സൈനികർക്കോ പോലീസിനോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അവകാശം പോലും യഥാർത്ഥത്തിൽ സർക്കാർ സൈനികർക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അയത്തുള്ള അലി ഖമനയുടേതായി വന്നിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി സോഷ്യൽ മീഡിയയും മീഡിയകളും ചർച്ച ചെയ്യുന്നത്. അതിലിങ്ങനെയാണ് പറയുന്നത്: അമേരിക്കൻ പ്രസിഡന്റിനെ പ്രസാദിക്കാൻ ശ്രമിക്കുന്ന നശീകരണ കൂട്ടങ്ങളാണ് ഇപ്പോൾ ഇറാൻ്റെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ്. നേതൃത്വപരമായിരിക്കുന്ന ഒരു വ്യക്തി ഇല്ല എന്നുള്ളതും ഒരു കൂട്ടം വ്യക്തികളില്ല എന്നുള്ളതും യഥാർത്ഥത്തിൽ ചർച്ചകൾക്ക് പോലും സർക്കാരിനെ പ്രയാസത്തിലാക്കുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇൻ്റർനെറ്റ് അപ്പാടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻ സംവിധാനം സർക്കാർ വിച്ഛേദിച്ചിരിക്കുന്നു. സർക്കാരുകൾക്കോ ഈ കോളേജുകൾക്കോ യൂണിവേഴ്സിറ്റി പോലെയുള്ള വിദ്യാഭ്യാസ മേഖലകൾക്കോ യാതൊരു തരത്തിലും അവധി നൽകില്ലെന്നും അവരിൽ നിന്ന് പ്രക്ഷോഭത്തിനോ സമരത്തിനോ പോകുന്നവരെ ആബ്സെൻ്റായിട്ട് കണക്കാക്കുന്നതിനപ്പുറം തുടർച്ചയായ രീതിയിലാണെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കാനുള്ളൊരു നിയമ നടപടിയും കൂടി നീങ്ങിയിരിക്കുന്നു. സർക്കാർ വലിയ രീതിയിലുള്ള ജനാധിപത്യ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഇത് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ജനകീയപരമായിരിക്കുന്ന പ്രക്ഷോഭ കാര്യങ്ങൾക്ക് പല മേഖലകളിലും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി സൈനികരുടെ ഈ ബുദ്ധിപരമായിരിക്കുന്ന ഇടപെടലുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാര്യം സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക എന്നുള്ളത് പ്രക്ഷോഭകാരിൽപ്പെട്ട ആളുകളുടെ താല്പര്യമല്ല. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ആ ചിന്തിക്കുന്ന വിഭാഗത്തെ പ്രത്യേകമായി കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മൊസാദിൻ്റെ കൂട്ടങ്ങളാണ്. അതൊരു പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. നശീകരണ കൂട്ടങ്ങൾ അല്ലെങ്കിൽ മൊസാദിൻ്റെ കൂട്ടങ്ങൾ ഇവരാണ് ഈ രാജ്യം അട്ടിമറിയണമെന്നുള്ളതും ഭരണ സംവിധാനങ്ങൾ ഇല്ലാതാക്കണമെന്നും ആലോചിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന വിഭാഗങ്ങളായിട്ട് കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏറെക്കുറെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ 10ഓളം പ്രവിശ്യകളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റുമുട്ടുകൾ ഇല്ലാത്ത രീതിയിലും ചില പ്രദേശങ്ങൾ അടച്ചുകൊണ്ടും ചില പ്രദേശങ്ങളിൽ കണിശമായിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും ചിലയിടത്ത് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വിജയിച്ചതിനാലുമാണ് ഈ നിയന്ത്രണ സംവിധാനങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. അപൂർവമായിരിക്കുന്ന ചില മീഡിയകൾ മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. കൂടുതലൊന്നും അതായത് ഇറാൻ്റെ അകത്ത് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവണമെന്നും ഭരണം അട്ടിമറിയണമെന്നും ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ തന്നെയും പല ചാനലുകൾ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അയത്തുള്ള അലി ഖമനയുടെ വന്നിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. അങ്ങനെ ഓടിപ്പോകുന്ന ഒരു സംവിധാനം ഇറാൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതൊരു പക്ഷേ നമ്മുടെ 18 ചാനൽ 24 ചാനലൊക്കെ കൊടുത്ത മറുപടി ആയിരിക്കും. അവരാണ് രാജ്യം വിട്ടുപോയി 60 കോടി 600 കോടി ഡോളറിൻ്റെ സമ്പാദ്യങ്ങളൊക്കെ പെട്ടിയിലാക്കിയിട്ടുണ്ട്. ഖമനയും 20 കുടുംബാംഗങ്ങളും റഷ്യയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സംവിധാന കാര്യങ്ങൾ അവർ ഒരുക്കിയിരിക്കുന്നു. സിറിയയുടെ പ്രസിഡന്റ് എങ്ങനെയാണോ പോയത് അതേ രീതിയിലൊക്കെയാണ് പോയത് എന്നുള്ള പ്രസ്താവന അതില്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള പ്രസ്താവനയൊക്കെ പുറത്തിറക്കിയത് 18 ചാനലാണ്. ഇപ്പോഴും അവരങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട്, പോകുന്നുണ്ട്, ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരാഴ്ചയായി. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നശീകരണ കൂട്ടങ്ങൾ തീർച്ചയായിട്ടും അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്.
അവർ രാജ്യവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാനോ അത് ന്യായീകരിക്കാനോ സാധിക്കില്ല. ജനാധിപത്യപരമായ രീതിയിൽ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് രാജ്യത്തിലെ പൗരന്മാർ ഏതെങ്കിലും തരത്തിൽ സമരങ്ങൾ നടത്തുകയോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഈ ഇടപെടൽ നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. സർക്കാരിന് നൽകിയിരിക്കുന്ന പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രക്ഷോഭകാരികളുമായിട്ട് സംസാരിക്കണം, ചർച്ച ചെയ്യണം. കാര്യം അവർ നടത്തുന്ന ജനാധിപത്യപരമായ രീതിയിലാണ്. രാജ്യത്തിൽ സാമ്പത്തിക തകർച്ച ഉണ്ടായ സമയത്ത്, പണപ്പെരുപ്പം ഉണ്ടായ സമയത്ത്, പണ ദൗർലഭ്യം ഉണ്ടായ സമയത്ത് ഇത്തരം സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആ സമയത്തെല്ലാം ഈ സർക്കാർ ചെയ്തിരിക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് അവരുടെ നല്ല രീതിയിലുള്ള ആശയം രണ്ടാം ഘട്ടത്തിൽ സർക്കാർ ഈ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത്. അതിപ്പോഴും ചെയ്യാം, അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നേതൃത്വമില്ല, ആരോട് സംസാരിക്കാനില്ല എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് പ്രക്ഷോഭകാരികൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയും എത്താത്ത ഒരു സമരമുഖത്താണ് തങ്ങളുള്ളത് എന്നുള്ളത്. എന്നാൽ ഇതിന് വലിയ രീതിയിലുള്ള പ്രചോദനം, അതായത് സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ ഇറക്കുമതി ഇറാനിലെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. പ്രക്ഷോഭകാരികൾക്ക് ഇപ്പോൾ ഒരാൾ സമരം ചെയ്ത സമയത്ത് നിത്യേന എന്ന് വെച്ചാൽ 14 ദിവസം സമരം ചെയ്യുമ്പോൾ ഈ സാമ്പത്തികപരമായ രീതിയിൽ വലിയ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ 14 ദിവസവും ജോലിക്ക് പോകാൻ വേണ്ടി പറ്റില്ല, മറ്റ് തൊഴിലിടങ്ങളിൽ നിന്ന് വരുമാനം കിട്ടാനുണ്ടാവില്ല. സാധാരണക്കാരാണ് ഏതൊരു രാജ്യത്തും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 60% മേലെയും സാധാരണക്കാരോ പാവപ്പെട്ടവരോ ആയിരിക്കും. ചില സ്ഥലത്ത് അത് 85% മേലെയായിട്ടും വരും. അപ്പോൾ ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്ത് അതിസമ്പന്നരായിരിക്കുന്ന ആളുകളോ വ്യവസായികളോ ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്, വിദ്യാർത്ഥികളാണ്. അത്രയും ആളുകൾ 14 ദിവസം തുടർച്ചയായ രീതിയിൽ സമരത്തിൻ്റെ രംഗത്ത് സജീവമാണ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ തൊഴിലിടങ്ങളിൽ നിന്ന് വരുമാനം കിട്ടാത്ത രീതിയിൽ ഈ പ്രവൃത്തി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാമ്പുറം ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇസ്രായേലും അമേരിക്കയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രക്ഷോഭത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും സംയുക്തമായി നടത്തിയിരിക്കുന്ന പ്രസ്താവനയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിലുള്ള പൗരന്മാരാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതായത് മുഴുവൻ ആളുകളും രാജ്യത്തിലെ പൗരന്മാർ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ചുരുക്കം. ഇറാൻ്റെ പ്രസിഡന്റായിരിക്കുന്ന മസൂദ് പെസഷ്കിയാനും വിദേശകാര്യമായിരിക്കുന്ന അബ്ബാസ് അറാജിയും സംയുക്തമായ രീതിയിൽ പറഞ്ഞിരിക്കുന്ന പത്രസമ്മേളനത്തിൽ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്, ഞങ്ങൾ ശ്രദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ പിന്നാമ്പുറം തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയുമാണ്. ഈ രാജ്യം തകരുന്നതോടുകൂടി, അതായത് ഇറാൻ എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാകുന്നതോടുകൂടി പിന്നീട് സ്വതന്ത്രമായി വിഹരിക്കാൻ ഇസ്രായേലിനും അമേരിക്കക്കും ലോകത്ത് സാധിക്കും, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായ രീതിയിൽ പെട്രോളിയവുമായി ബന്ധപ്പെട്ട ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ദേശത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ പറയാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു നിയന്ത്രണം പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലൊന്നുമില്ല, ഒരു പരിധിവരെ ഉണ്ട്. എന്നാൽ ഇറാഖ് യുദ്ധത്തിന് ശേഷം പിന്നീട് അവരുമായിട്ട് അറബ് രാജ്യങ്ങൾ കുറച്ചൊക്കെ അകന്നിട്ടുണ്ട്. പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് കുറച്ചുകൂടി അകന്നു. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതോട് അത് പൂർണ്ണമാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു അകൽച്ചയ്ക്കിടയിൽ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് റഷ്യയും ചൈനയും മിഡിൽ ഈസ്റ്റിലേക്ക് ഇരച്ച് കയറാൻ തുടങ്ങുകയും ചെയ്തു. പല മേഖലയിലും പല ഭൂപ്രദേശത്തിലും അവർക്കിപ്പോൾ സൈനിക താവളങ്ങളും സംവിധാനങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒമാൻ ഔദ്യോഗികപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് 2 രാജ്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നു. ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു രീതിയിലുമാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ടുപോകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഈ ഇസ്രായേലും അമേരിക്കയും ഇതിൻ്റെ പിന്നാമ്പുറം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും മിസൈലിൻ്റെ അതിപ്രഹരവും അനുഭവിച്ച രാജ്യമാണ് അമേരിക്കയും ഇസ്രായേലും. അവർ ഇറാൻ്റെ മുമ്പിലാണ് തോറ്റത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസ ഇപ്പോഴും കീഴടക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസിന് ആ രീതിയിലുള്ള സൈനികപരമായിരിക്കുന്ന സഹായവും ധൈര്യവും ശക്തിയും നൽകുന്ന ഇറാനാണ്. അത് ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ടും സിറിയ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ യമൻ കേന്ദ്രീകരിച്ചുകൊണ്ടും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്രായേലിന് നേരെ നടത്തുന്ന എല്ലാ ആക്രമണത്തിൻ്റെയും പിന്നാമ്പുറം വലിയൊരു ശക്തി എന്ന് പറയുന്നത് ഇറാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ തോറ്റു. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ അവർ തോൽക്കാനുള്ള കാരണം ഇറാനാണ്. ഇറാനിൽ നിന്ന് തന്നെ ഈ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിന് നേരെ ആക്രമണം നടത്തി എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. നാശനഷ്ടങ്ങളൊക്കെ പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇറാൻ ഒരു വലിയ
ശക്തി തന്നെയാണ്. പിന്നീട് ജോർദാനിലുള്ള അമേരിക്കയുടെ എയർബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അമേരിക്കയുടെ സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി 2024 ഈ ഫലസ്തീൻ യുദ്ധം നടക്കുന്നതിനോടനുബന്ധിച്ച് 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, 11 പേർക്ക് ഗുരുതര പരിക്കേറ്റു. അതിൽപ്പെട്ട 2 ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് പിന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് പിന്നിലും ആ പ്രവൃത്തി ചെയ്ത ഇറാനല്ല, പക്ഷേ ഹിസ്ബുള്ള ഗ്രൂപ്പാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പിന് പ്രോത്സാഹന കാര്യങ്ങൾ കൊടുത്തത് ഇറാനാണ് എന്നും അന്ന് സ്ഥിരീകരിക്കപ്പെട്ടാണ്. ഈ റൂട്ടിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനികപരമായിരിക്കുന്ന ബലത്തിനോ ശക്തിക്കോ അവരുടെ മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ ഒരു ചതവും വന്നിട്ടില്ല. ഈ പ്രക്ഷോഭങ്ങൾ, ഈ സമരങ്ങൾ ഇറാൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത് അവസാനിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 3 മാസമെങ്കിലും വേണ്ടിവരും. 3 മാസം കൊണ്ട് മാത്രമേ അവിടെ തുടങ്ങിയിരിക്കുന്ന എല്ലാ പ്രശ്നവും അവസാനിച്ചിട്ടുള്ളൂ. ചിലത് അതിൽ കൂടുതൽ നീണ്ടുപോയിട്ടുണ്ട് എന്നല്ലാതെ അതിൽ കുറഞ്ഞൊരു കാലയളവിൽ പ്രശ്നങ്ങൾ അവസാനിച്ചത്, ഇത്രയും ഒരു ദേശീയ വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചത് വളരെ കുറവാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഈ പ്രക്ഷോഭ സമരങ്ങൾ തുടങ്ങിയിട്ട് 14 ദിവസമാണ്. മുൻപ് നടത്തിയിരിക്കുന്ന പല പ്രക്ഷോഭത്തിനും നേതൃത്വം ഉണ്ടായിരുന്നു, സംവിധാനം ഉണ്ടായിരുന്നു, സംഘടനാപരമായിരിക്കുന്ന സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഒരുപാട് നീണ്ടുപോയി. അതിന് നേതൃത്വം കൊടുക്കാൻ ആളുണ്ടാകുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിന് മുന്നോട്ട് വരും. അതിനനുസരിച്ച് പ്രക്ഷോഭ കാര്യങ്ങളും പ്രതിഷേധ കാര്യങ്ങളും പിന്നാമ്പുറം നിന്നാൽ മതി എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. ഇതിന് ഏകോപനമില്ല, കൂട്ടായ്മയില്ല, ലീഡർഷിപ്പില്ല. അങ്ങനെ ചിതറിക്കിടക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന ആശയക്കാരുടെ ഒരു സമ്മിശ്രമായിരിക്കുന്ന പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് കാണാൻ വേണ്ടി സാധിക്കൂ. ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി പ്രക്ഷോഭത്തിന് ആയുധമേന്തിക്കൊണ്ട് പ്രക്ഷോഭം നടത്തുന്ന ഒരു പ്രവൃത്തി ഇവിടെയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സൈന്യവും ഗവൺമെൻറ്റും കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുകയും അവരുടെ നിയന്ത്രണത്തിലാണ് ആ രാജ്യം ഉള്ളത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇത്തരമൊക്കെ പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിജീവിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിന് യാതൊരു കുലുക്കവുമില്ല എന്ന് പറയുന്നത് അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം അയത്തുള്ള അലി ഖംനായിയുമായിട്ട് ബന്ധപ്പെട്ട അയാൾ അവിടെ ലീഡർഷിപ്പുള്ള ആത്മീയ നേതാവായിരിക്കുന്ന സുപ്രീം ലീഡറാണ്. അയാളുടെ കീഴിൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റോ അതല്ലെങ്കിൽ അതിന് താഴെയുള്ള ഭരണ കക്ഷികളോ ക്യാബിനറ്റ് മന്ത്രിമാരോ സൈനിക സംവിധാനങ്ങൾ എല്ലാം വരികയുള്ളൂ. അതേ ഇപ്പോൾ പറഞ്ഞത് രൂക്ഷമായിരിക്കുന്ന വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സുപ്രീം ലീഡറായിരിക്കുന്ന തൻ്റെ അനുവാദത്തിന് നിൽക്കാതെ തന്നെ സൈനികർക്ക് നേരിട്ട് പ്രശ്നത്തിൽ ഇടപെടാവുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇതിൻ്റെ മുൻപ് ഇസ്രായേലിൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് സുപ്രീം ലീഡറെ വധിക്കാനുള്ളൊരു ശ്രമം അമേരിക്ക നടത്തി പരാജയപ്പെട്ടു പോയതാണ്. അപ്പോൾ അദ്ദേഹമുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിരീക്ഷണത്തിലാണ്, ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അതൊന്നും ഫലം ചെയ്തിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയെന്ന റിപ്പോർട്ട് കേരളത്തിലെ ചില മീഡിയകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മരിച്ചു എന്ന് സംശയിക്കുന്നു എന്ന തരത്തിൽ, രാജ്യം വിട്ടുപോയി എന്ന് സംശയിക്കുന്നു എന്ന തരത്തിൽ, ബങ്കറിൻ്റെ അകത്ത് പേടിച്ച് വിറച്ച് പൂച്ചകളെ പോലെ കഴിഞ്ഞുകൂടുകയാണ് എന്ന് വേറൊരു തരത്തിൽ പല തരത്തിലും പല രീതിയിലും റിപ്പോർട്ടുണ്ടായിട്ടുണ്ട്. അവർ തന്നെ പിന്നെ മാറ്റി പറയേണ്ടി വരുന്നു, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് തോന്നുന്നത്, പിന്നീട് അല്ല ജീവിച്ചിരിപ്പുണ്ട് എന്ന് സമ്മതിക്കേണ്ട സ്ഥിതി. അതൊക്കെ തന്നെയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ പേർഷ്യയിൽ നിന്നാണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായത്. പേർഷ്യ ഒരു സാമ്രാജ്യമായിരുന്നു. യുദ്ധവും അതിൻ്റെ വിഷയവും അതിൻ്റെ കെടുതിയും അതിൻ്റെ വിഷയങ്ങളും നേരിട്ട് അനുഭവിച്ച ഒരു തലമുറയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഇറാനിൽ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധം എന്നുള്ളതും അതിൻ്റെ കെടുതിയും അതിൻ്റെ ദുരിതവും അതിൻ്റെ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ലാതെ ചുരുക്കം. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന്. ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനായി പറയണമെങ്കിൽ തങ്ങൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാണ്, ശക്തരാണ് എന്ന് തെളിയിക്കുന്ന വാചകമായിട്ടും വേണമെങ്കിൽ നമ്മൾക്കിതിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നു. ഏതായിരുന്നാലും നമ്മൾ ചുരുക്കി ഇങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇറാൻ താഴെ വീഴുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അതൊന്നും പ്രവചനത്തിന് അതീതമായിരിക്കുന്ന കാര്യം പോലുമല്ല എന്ന് നമ്മൾക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റും. ഇത് അമേരിക്കക്കും അറിയാം, ഇസ്രായേലിനും അറിയാം. അതുകൊണ്ടാണ് പ്രക്ഷോഭകാരികൾക്ക് ആയുധങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കക്കും ഇസ്രായേലിനും താല്പര്യമില്ലാത്തത്. അത് തിരിച്ചടി ഉണ്ടാവും. നേരെ മറിച്ച് അവർ ഇറാഖിൽ നൽകിയിട്ടുണ്ട്, ലിബിയയിൽ നൽകിയിട്ടുണ്ട്, സിറിയയിൽ നൽകിയിട്ടുണ്ട്, സുഡാനിൽ നൽകിയിട്ടുണ്ട്, ഈജിപ്തിൽ നൽകിയിട്ടുണ്ട്. അവിടെയൊക്കെ ഭരണം അട്ടിമറിയപ്പെട്ടിട്ടുണ്ട്. ഇത്രയൊന്നും കാലങ്ങൾ എടുത്തിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മാറ്റങ്ങൾ ലോകത്തിന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം അത് നടന്നിട്ടില്ല എന്ന് ചുരുക്കം. ആയതിനാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തകരാതെ പ്രൗഢിയോടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ നീങ്ങിപ്പോകും എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അവിടെ നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് വർത്തമാന ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്തും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്തും തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.